ഒരു കമ്പനി എടുത്തോളൂ. ഭംഗിയത് കളർ അസു അവര് ഫ്രണ്ട്സ് ആണ്. ഞാൻ വിചാരിച്ചിരിക്കുവോ ഇതൊരു പട്ടി ഷോ. ലയണ്ണെ കാണാൻ അടുത്താണ് പച്ചക്കറി വിലയും എനിക്കൊന്ന് കുറച്ച് കുറവാണ്. നമുക്ക് ബേർഡിനെ ഫീൽ ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ദുബായ് സഫാരി പാർക്കിന്റെ ഫ്രണ്ടിലാണ് ഗൈസ്. അങ്ങനെ കുറെ നാളെ ഇവിടെ വരണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഗൈസ്. അവസാനം ഇവിടെ വന്നെത്തി. എന്തായാലും അടിപൊളി കേട്ടോ സെറ്റപ്പ്. മൊത്തം പച്ചപ്പും ഹരിതാപയും എല്ലാം ഉണ്ട്. ഇതാണ് അവരുടെ എൻട്രൻസ് ഗൈസ്. ലൈൻ നിൽക്കുന്നു ഗൈസ്. ഒരു ബാഡ്ജൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ദുബായ് സഫാരി നമ്മൾ കയ്യിലൊട്ടിക്കണം. ഇവിടെ എക്സ്ട്രാ ടാക്സി പോലെയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തെടുത്താൽ അവർ കൊണ്ടുപോകും. പക്ഷെ നമുക്ക് ഓൾറെഡി അത് പാക്കേജ് ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ഒരു ട്രെയിൻ പോലത്തെ ഒരു സംഭവം വരും. അതിന് നമ്മളിവിടെ ക്യൂ നിൽക്കണം. നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ചൂടെടുക്കാതിരിക്കാൻ ഇവര് ഫാനൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളി. അപ്പോൾ നമ്മൾ പോകുന്ന ബസ് ഇതാണ്. ബസ് ഇതിന് ട്രെയിനാണ്. എന്താ സംഭവം? ഇനി പോവാം. നമ്മൾ ഇതിനകത്ത് കയറി ഗൈസ്. ഇപ്പൊ നമുക്ക് ബാക്ക് സീറ്റ് എടുക്കാം. ഇവിടെ സീറ്റ് ചെയ്തു അടിപൊളി. ഇനി നമുക്ക് ഇതിനകത്ത് കാഴ്ചയും കണ്ട് പോവാം ഗൈസ്. വളരെ പതുക്കെയാണ് പോകുന്നത്. കാഴ്ച കണ്ട് പോവാം. നമ്മൾ ആഫ്രിക്കൻ വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെപ്റ്റൈൽ ഹൗസ്, ഗൊറില്ല ഹൗസ്, ചിമ്പാൻസി സ്റ്റേഷൻ, ഗ്രാൻഡ് അവറി. ഇപ്പൊ നമ്മൾ ഇത്രയും നടക്കേണ്ടി വരും കേട്ടോ. കുറച്ചേരം കാറ്റ് ഇങ്ങനെ നിന്ന നല്ല തണുത്ത വെള്ളവും വീഴുന്നുണ്ട്. അടിപൊളി. ഇതാ നമ്മൾ ഇത് ചിമ്പാൻസി ഹൗസ് ആണ് ഗൈസ്. ഈടാ നീ കണ്ടിട്ടില്ലല്ലോ ചിമ്പാൻസി. ഇതാണ് ചിമ്പാൻസി, മനസ്സിലായ? ഓസ്ട്രിച്ചിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളി. ഒരെണ്ണേ ഉള്ളൂ പക്ഷെ അതാ പൊളി. ആൾക്കാരുണ്ട് കണ്ടോ? അതാരാ ഗോറില് നിൽക്കുന്ന കണ്ടോ ഗൈസ്? പാവം ബോറടിച്ചിരിക്കാൻ തോന്നും. ഒരു കമ്പനി എടുത്തോളൂ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബിൽഡിംഗ് വരുമ്പോഴേ നമുക്ക് ഇടയ്ക്ക് AC റെസ്റ്റ് എടുക്കാം. സൈഡിലായിട്ട് ഇവിടെ ഒരു എഡ്യൂക്കേഷൻ സെന്റർ ഉണ്ട്, പ്രെയർ റൂം ഉണ്ട്. ഇവിടെ ചെറിയൊരു തട്ടുകട, ബാസ്കിൻ ആൻഡ് റോബിൻസ്. വാവ് അടിപൊളി. ഇത് കൊള്ളാം. ഇവിടെ നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടോ? ചെറിയ കഫ്തേരിയ. ഇവിടെ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം. ആഫ്രിക്കൻ വില്ലേജിന്റെ അകത്ത് അടിപൊളി. ഇവിടെ ഒരു മരം ഉണ്ട് അടിപൊളി. ഈ മരം കണ്ടോ ഗൈസ്? ഇലയില്ലാത്ത മരം, ആഫ്രിക്കൻ മരമാണ്. ആഫ്രിക്കൻ ഐവറി. ഇതിന്റെ അകത്ത് എന്തുവാ ഇനി? ഒരു പീക്കോക്ക് കണ്ടോ ഗൈസ്? ഇതെല്ലാം ആംബിയൻസ് ഒക്കെ കിടിലായിട്ടുണ്ട് കേട്ടോ. കഴുത്ത് കൂടെ കേറി എവിടേക്കോ എത്തിയിട്ടുണ്ട്. നോക്കട്ടെ എന്താണ് ഈ കാട്. ഓഹാ പീക്കോക്ക് അടിപൊളി. നല്ല ഭംഗിയത് കളർ. സൂപ്പർ. മുകളിൽ ഒരാളിരിക്കണേ. ഓ ഇതെന്ത് ജീവി? അടിപൊളി. അയ്യോ വൈലന്റായി. ഇത് ഇപ്പുറത്ത് ഒരെണ്ണം ഇരിപ്പുണ്ട്. അയ്യോ അവിടെ എന്തൊക്കെയോ. അയ്യോ വേറൊരാള് പോകുന്നുണ്ടോ? ഇത് എന്ത് സാധനം? കോഴിയുടെ കൂട്ടിരിക്കുന്നു. ഇതിന്റെ മുകളിലൊക്കെ കേറി നോക്കാം. ഓക്കെ. ഓ ഇഷ്ടം പോലെ മയിലുകളുണ്ട് കേട്ടോ. ഇവിടെ ഒരാളിരിക്കുന്നു. അത് സ്റ്റക്കായിരിക്കുന്നു. തൊട്ടടുത്ത് നിൽക്കുകയാണ്. അതൊന്ന് ചിറകെ വിരിച്ചെങ്കിൽ അടിപൊളിയായിരുന്നു. ഇത് രസമാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അടുത്തൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ സ്ഥലം. സൂപ്പർ. നിങ്ങൾ വന്ന് നേരിട്ട് കാണണം. അടിപൊളിയാട്ടോ. ഇതാ കണ്ടോ ഇവിടെ വെള്ളം കുടിക്കുന്നു. സൂപ്പർ. നമ്മളിപ്പോ മുകളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ എന്താണുള്ളത്. നമ്മളിപ്പോ മുകളിലെത്തി. ഇതിന്റെ മുകളിൽ എന്തുവാ? ലിഫ്റ്റാണ് അത്. ഓക്കെ. ഇപ്പൊ നമുക്ക് പോകാൻ പറ്റും. ഇത് വർക്ക് ചെയ്യോ? ഓക്കെ അടിപൊളി. നൂൽപ്പാലത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. നീ ആടണ്ട. സൂപ്പർ സ്ഥലം കേട്ടോ. ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബേർഡ്സിന്റെ ഏരിയ നല്ല രസമുണ്ട്. പാവ പേടിച്ചിരിക്കുന്നു. അയ്യോ എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞിരിക്കും. അയ്യോ
ടോയ്സും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഓരോ ബേർഡ്സിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അയ്യോ പാമ്പ്. ആനയുടെ സ്ഥലമാണ്, പക്ഷെ ആനയൊന്നും പുറത്ത് കാണില്ല. വട്ടുവൈ ആന പൂനാൻ പറ്റാത്ത തോടൊക്കെ. അയ്യോ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണേ. നല്ല വിശ്രമത്തിലെല്ലാരും. എന്തോ കടിച്ചു തിന്നു. ഞാൻ ഹൈനയുടെ ഫ്രണ്ടിലാണ്. എന്തോ കാര്യമായിട്ട് കഴിച്ചിട്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്. ഞാനിവിടെ കാറ്റും കൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ല. ഫാന് കേട്ടോ, നല്ല സുഖം കേട്ടോ. പശു കണ്ടോ, പശു നിൽക്കട്ടോ, പശു. ഗൈസ് അടിപൊളി സീബ്ര ഉണ്ട് കേട്ടോ. സീബ്ര ഞാൻ എന്റെ ലൈഫിൽ സീബ്രയെ കണ്ടിരിക്കുകയാണ്. സീബ്ര നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സീബ്രയെ ഇപ്പൊ കണ്ടല്ലോ, അതാണ് സീബ്ര. ഇത് 2 കൊമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്ത് സംഭവം? വൈൽഡ് ബീസ്റ്റ്. എന്റെ അപ്പുറത്ത് ഓടണം. അത് പാവം മിണ്ടാതെ കിടക്കണം. സീബ്ര ഇടിക്കാൻ പറഞ്ഞേ ഓടിക്കോ. ഇതാ ഇടിക്കാൻ പോണു ഗൈസ്. ഇതുകൊണ്ട് കൊണ്ട് അത് വെള്ളം കുടിക്കാൻ പറഞ്ഞു. സോറി ഗൈസ്, അവർ ഫ്രണ്ട്സ് ആണ്. ഞാൻ വിചാരിച്ചു ഇടിയോ ബാബുവ. അത് വേറൊരു മോഡല് കണ്ടോ. ഇതൊരു ഒരു പട്ടി ഷോ. പട്ടി ഷോ, പട്ടിയെ പോലെ ഇരിക്കുന്നു. വേറൊരു മോഡൽ. നമ്മള് പോകുന്ന റെപ്റ്റൈൽ ഹൗസിലേക്കാണ് ഗൈസ്. ഈ എൻട്രൻസ് കയറി അകത്ത് കയറണം. നോക്കാം. സ്പൈഡർ ഉണ്ടോ ഗൈസ്? സംഭവമാണ് കേട്ടോ. ഇവിടെ നമ്മൾ കറങ്ങി ഇങ്ങനെ വരണം. കറങ്ങി AC ആണ് മൊത്തം. കുഴപ്പമില്ല. ആരാ? നമ്മൾ ആഫ്രിക്കൻ വില്ലേജ് ഏകദേശം ഒരു 1.5 hour കൊണ്ട് കണ്ടു കഴിഞ്ഞു. ഫസ്റ്റാണ് ഗൈസ്. നമുക്ക് ഫ്രണ്ടിൽ കറിയോ. അടുത്തതോ ബസ് പോണോ? ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ബസ്. വെള്ളം സഫാരി ടൂർ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് സഫാരി ടൂർ ബസ്സിൽ പോകാൻ പറ്റും. ലയണിനെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഇതിലാണ് നമ്മൾ പോകുന്നത്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബസ്. സോ നമ്മൾ ഈ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. I think before leopard they're still. Lion. All right. Lion. You can stand Please and stop. look on your left side. Oh. Lions, they sleep up to 20 hours in a day, and only hunt. ടൈഗറിന്റെ ഏരിയയാണ്, പക്ഷെ ടൈഗറിനെ ഒന്നും കാണുന്നില്ല. When I look there, കണ്ട് സ്ലീപ്പിംഗ്.
ഓരോ സെക്ഷനായിട്ടാണ് ആനിമൽസിനെ ഇട്ടിരിക്കുന്നത്. ഇതുപോലത്തെ ഗേറ്റ്സ് ഉണ്ട്. ഇവിടെ ഫുള്ളും ഇലക്ട്രിക് ഫെൻസാണ് വെച്ചിരിക്കുന്നത്. താഴെയുണ്ട്, സൈഡിലുണ്ട്. നമ്മൾ ഈ വണ്ടിയിൽ പോകുന്നതുകൊണ്ട് ടയറിൽ ഷോക്ക് അടിക്കത്തില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. സഫാരി കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. 1/2 hour എടുത്തു. ബട്ട് കൊല്ലം സിംഹവും പുലിയും എല്ലാം നല്ല ഉറക്കമായതുകൊണ്ട് ഒരു ഇതായിരുന്നു. എനിക്ക് തോന്നുന്നു 11-11:30 ഇച്ചിരി എല്ലാവരും ഉറങ്ങുന്ന സമയമാണെന്ന് തോന്നുന്നു. നമ്മൾ വന്ന സമയം ശരിയല്ല, അതാണ് പ്രശ്നം. ഒരു വലിയ റെസ്റ്റോറൻ്റ് ആണ് തോന്നുന്നത്, എലിഫന്റ് റെസ്റ്റോറൻറ്റ്. ഇവിടെ ഒരു ഷോ ആണ്, എക്സ്പ്ലോറർ വില്ലേജ് തിയേറ്റർ. അവിടെയാണ് പോകുന്നത്. ഗോ 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 ഗൈസ്. ബേർഡ് ഷോ ആണ്. ബേർഡ് ഷോ. ഒരു ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടോ ഒറ്റയ്ക്ക് വെള്ളത്തിൽ കിടക്കുന്നു. ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഡ്രാഗൺ സ്റ്റേഷനിലെ ഏഷ്യൻ വില്ലേജിലാണ്. ഏഷ്യൻ വില്ലേജ്. ഇവിടെ ഏഷ്യൻ വില്ലേജിലെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. കൊട്ടാരം പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. ഏഷ്യൻ്റെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ബിൽഡിങ്സ് എല്ലാം അങ്ങനെയാണ്. നല്ലൊരു വെള്ളച്ചാട്ടം. കുരങ്ങൻ കളിക്കുന്നുള്ളത്. വീഡിയോ എടുക്കാൻ പാടായിരിക്കും. ഇവിടെ എടുക്കുന്ന നല്ല ക്ലിയർ ആയിട്ട്. അതുള്ള അടിപൊളി. അയ്യോ, ഇതുള്ളല്ലോ സംഭവം. ഇങ്ങനെ കറങ്ങി നമുക്ക് പോവാം അല്ലേ? ഓ, ഇത് വീൽ ചെയറിന് പോവാണ്. ഒരു ഗുഹ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് AC ആണ് നോക്കാം. നമുക്ക് ഇടയ്ക്ക് ചൂടെടുക്കുമ്പോൾ ഇതിനകത്ത് കയറിയിരിക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ ആനിമൽസിനെ നമുക്ക് വാച്ച് ചെയ്യാം. അടിപൊളി. ഇതാണ് നമ്മൾ വെളിയിൽ നേരത്തെ എടുത്തത്. അതെന്തോന്ന് മീനാ? നോക്ക് വീഡിയോ കാണോ? മീനാണത്. കണ്ട, ഫിഷിനെ കഴിക്കുകയാണത്. അടുത്താണ് പച്ചക്കറി കഴിച്ചോണ്ടിരിക്കുന്നത്. നോൺ വെജും വെച്ചും. സോ വെയിലാണെങ്കിലും എന്ത് ഇടയ്ക്കിടയ്ക്ക് തണലുണ്ട്, നടന്നു പോവാം. കൊള്ളാം. തിയേറ്ററിൻ്റെ ടൈമിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രസൻറ്റേഷൻ ടൈമിംഗ് 30 minutes, 2 o'clock, 11:30, അങ്ങനെ ഓരോ ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അറേബ്യൻ ഡെസേർട്ട് സഫാരിയിലോട്ട് പോവുകയാണ്. 1:30 അവരുടെ ടൈമിംഗ്. ഉച്ചയ്ക്ക് വണ്ടിയിലാണ് പോകുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറുന്ന ഗൈസ്. യെസ്, ഒരു 10 minutes റൈഡാണ്. ജസ്റ്റ് 10 minutes കറങ്ങി ആനിമൽസിനെ കണ്ട് ഇന്ററാക്ട് ചെയ്തിട്ട് പോവാം. 15 minutes. It's not allowed to eat anything. It's not allowed to throw anything outside. Yes, and the next stop is Kids Farm near Ekiti. Nets. Yes, you can also go them Simitahond Oryx because as you can see right now, sand gazelle because they look somehow like Arabian sand. The grey one and the black one. This one behind that, those ones are called Arabian Oryx. Animals of 5 countries within this region: UAE, Bahrain, Qatar, Oman. 5 countries. That is their national animal. Yes, even Qatar Airways one. Okay. Yes, those animals can detect red Egyptian cows. എനിക്ക് അറേബ്യൻ ഡെസേർട്ട് സഫാരി അധികം കാണാനില്ല. വെറുതെ ജസ്റ്റ് കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അത്ര കുഴപ്പമില്ല. എല്ലാം നന്നായി ശരിയാവത്തില്ല. ഏഷ്യൻ വില്ലേജ് തിയേറ്റർ ഉണ്ട്. അവിടെ എന്തോ കാണാനുണ്ടോ നോക്കട്ടെ. ഹെഡ്ജോഗ് അല്ലേ ഇത്? എക്സ്പ്ലോറർ വില്ലേജിന്റെ അവിടെ നമുക്ക് റീഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഫുഡിന്റെ ഇത് കണ്ടുപിടിക്കാൻ, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര
കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അവസരം നമ്മൾ ആഫ്രിക്കൻ വില്ലേജിൽ വന്നിട്ട് ഒറിഗാനോ റെസ്റ്റോറൻറ്റ് ചെയ്യുന്ന ഫുഡ് കഴിക്കുക. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡ് കുറേ കിട്ടും, പക്ഷേ അതൊക്കെ വെയിലത്തിരുന്ന് കഴിക്കേണ്ടി വരും. അതിനേക്കാട്ടും നല്ലത് ഇതുപോലൊരു റെസ്റ്റോറൻറ്റ് എ സിയിലിരുന്ന് കഴിക്കാം. കാരണം സെയിം റേറ്റ് തന്നെ. എനിക്ക് തോന്നുന്നു അതിനേക്കാട്ടും കുറവാണ് ഈ റെസ്റ്റോറൻറ്റ്. പുറത്തുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻറ്റ്സിലൊന്നും കയറാതിരിക്കാൻ ശ്രമിക്കുക ഇവിടെ വരുമ്പോൾ. കൂടുതലും ഇൻറ്റീരിയർ എ സി ഒക്കെ ഉള്ള നോർമൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കാശാണെന്ന് വിചാരിക്കും, പക്ഷെ അതിനെക്കാട്ടും കുറവാണ് ഈ ഒരു ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സ്. book by its cover. Amma, never judge a book by its cover. യെസ്. സാധാരണ ഇത്രയും വലിയ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര റേറ്റ് ആണെന്ന് വിചാരിക്കും, പക്ഷേ ഞാൻ നോക്കി പുറത്തുള്ളതിന് ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയ ചെറിയ സ്ട്രീറ്റ് ഫുഡുണ്ട്, എലിഫന്റ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, അങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിനെക്കാട്ടുമൊക്കെ ബെറ്ററാണ് ഇവിടെ ഇരുന്ന് കഴിക്കുന്നത്. വിലയും എനിക്കൊന്ന് കുറച്ചുകൂടി കുറവാണ്. വെറുതെ ഇതിനാ ചൂടത്തിരുന്ന് കഴിക്കണമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇവിടെ എ സിക്കത്തിരുന്ന് വന്ന് കഴിക്കുകയാണ്. റേറ്റ് കാണിച്ചു തരാം. നമ്മൾ ഓർഡർ ചെയ്തത് ബാർബിക്യൂ 43 കിഡ്സിൻ്റെ പെപ്പറോണി പിസ 26. അപ്പം ടോട്ടൽ 69 ആയിട്ടുള്ളൂ. നമ്മൾ വെളിയിൽ ഒരു പിസ വാങ്ങിക്കുന്നത് 67 ദർഹമാണ് കാണിച്ചത്. സോ ഇതിപ്പോൾ 2 ഓക്കെ. അപ്പം ഇവിടെ വരുന്നവർ ആഫ്രിക്കൻ വില്ലേജിലെ ഒറിഗാനോ റെസ്റ്റോറൻറ്റ് നോക്കി സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെല്ലാം ഒരുവിധം കണ്ടു. വീണ്ടും നമ്മൾ എക്സിറ്റിൻ്റെ കയറിയ സ്ഥലത്ത് തന്നെ വന്നു. ഇത് നമുക്ക് കിഡ്സ് ഫാമും കൂടി ഒന്ന് ഈ എക്സിറ്റിൻ്റെ അടുത്തായിട്ട് കിഡ്സ് ഫാം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഇൻട്രാക്ഷൻ ആണ്, ആനിമൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് എന്തൊക്കെയോ ഉണ്ട് സംഭവം. നമുക്കൊന്ന് പോയി നോക്കാം എന്താണെന്ന് അറിഞ്ഞൂടാ. ടോട്ടോ നല്ല നല്ല മണം ഗൈസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷീപ്പിൻ്റെ അടുത്താണ്. കാണേ എനിക്ക് സ്റ്റക്കായിട്ടിരിക്കണം തൂറ്റി. എവിടെ വാ. ഹലോ. പേടിയാ തൊട കൊമ്പിൽ തൊടല്ലേ, വായിൽ തൊട. വായിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം ആനിമൽസ്. അപ്പൊ നമ്മള് ബേർഡ്സ് ഫീഡിങ്ങിന് പോകുക. ടൈമിംഗ് കണ്ടോ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഗൈസ് ബേർഡ് ഫീഡിങ് ഏരിയ. ചവിട്ടല്ല. ഇതിനോ അത് കൊത്ത് കിട്ടിയ നന്നായി. അടുത്തത് മാറിപ്പോയോ എന്ത് തറയിട് തൊടാൻ പറ്റും. നമുക്ക് ബേർഡിനെ ഫീഡ് ചെയ്യാം. ഇട്ട് കൊടുക്കാം, കയ്യിലൊക്കെ വെക്കാം. പല ടൈപ്പിലെ കളറില് ലവ് ബേർഡ്സ് ആണ് പോയിരിക്കുന്നത്. ഫുഡ് വെച്ചേക്കുന്നുണ്ടോ ഗൈസ്? അങ്ങനെ നമ്മൾ വന്ന സമയം 9 o'clock, ഇപ്പോൾ 4:30 ആയിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് കിഡ്സ് ഫാമിൽ വന്നിട്ട് കുറച്ച് ബേർഡിനെയൊക്കെ ഫീഡ് ചെയ്ത്, വലുതായിട്ടൊന്നും കാണാനില്ല കേട്ടോ കിഡ്സ് ഫാമിൻ്റെ അവിടെ. ജസ്റ്റ് അപ്പോൾ കുറേ ഉണ്ട് കാണാൻ. ഒരു ദിവസം ഫുള്ളും വേണം. അപ്പോൾ രാവിലെ വരിക, രാവിലെ വന്നാലേ വൈകുന്നേരമെങ്കിലും പോകാൻ പറ്റൂ. നല്ല തിരക്കാണ് ഉച്ചയ്ക്ക് ശേഷമൊക്കെ. ചൂട് സമയത്ത് വരാതിരിക്കുക മാക്സിമം. ജൂലൈ ഓഗസ്റ്റിലൊന്നും വന്ന് കയറിക്കളയല്ലേ, അയ്യോ. അപ്പോൾ ഗൈസ് എല്ലായിടത്തും അതിൻ്റെതായ ഫെസിലിറ്റീസ് എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. കിഡ്സിന് എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തളർന്നു ഗൈസ്, ഞാനിനി വീട്ടിൽ പോട്ടെ. അയ്യ ഒരു പരിവായി. ഓക്കെ ഗൈസ്, ബൈ ഫ്രം പ്രിയ YB പ്രിയ പിക്സിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടാറ്റാ, ടേക്ക് കെയർ.